ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നല്ലൊരു മെലോഡി സോങ്ങോടെ ആരംഭിച്ചു. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് ശ്രീഹരിയാണ്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ശ്രീഹരി. ലെറ്റ്സ് ഹിയർ ടഫു ശ്രീഹരി. ശ്രീഹരി കുട്ടാ, ജുബയിലൊക്കെ റെഡിയായി വന്നിരിക്കുകയാണ് അല്ലെ? ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? പാട്ടും നാനേ ഭാവം നാനേ എന്ന സോങ് ആണ് പാടുന്നത്. നല്ല സോങ് സെലക്ഷൻ. ശ്രീഹരി നന്നായിട്ട് പെർഫോം ചെയ്യാം, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ് ശ്രീഹരി. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്.
ತೊಂದರಿಗಿಡದಗದ ಗರಿಸ ತರಿಗಿಡದ ಪದನಿ ದಿರಿಗಿಡದೈ ಸಗರಿ ದಿರಿ ಮಗ ಗಗ ಬಮ ಮದ ಪಪರಿ ಮಗ ಬಮದ ಬನಿ ದ ಸನಿ ರಿ ಸಗರಿ ಮದ ಗರಿ ಸನಿ ಸ ಸಗರಿ ಸನಿ ರಿ ಸನಿ ಸನಿ ದ ಗರಿ ಸನಿ ದ ಸನಿ ದ ಪ ನಿ ಗಮ ದ ಬಮ ಗಮ ಪ ಸನಿ ದ ಪ ನಿ ಸಗರಿ ಸನಿ ರಿ ಸನಿ ದ ಗ ಸಮ ಗರಿ ಗ ಸಗರಿ ಸನಿ ರಿ ನಿ ರಿ ಸನಿ ದ ಸನಿ ದ ಬಮ ಪಚ್ಚ ಸನಿ ದ ಬಮ ಪಟ್ಟಿ ಡಿ ಸನಿ ದ ಬಮ ಗರಿ ಸನಿ ದ ರಿ ಸನಿ ಗ ದಿ ಗಮ ಗಮ ಗರಿ ಸಗರಿ ಗರಿ ಸನಿ ಧನಿ ಸನಿ ಸನಿ ರಿ ಸನಿ ದ ಮ ಗರಿ ಸನಿ ದ ಪ ಸನಿ ದ ಬಮ ಗರಿ ಸದಿ ಗಮ ಪತನಿ ಪಾಟು ನಾನೇ ಪಾವವು ನಾನೇ ശ്രീഹരി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സോങ് എടുത്ത് ശ്രീഹരി നന്നായിട്ട് പ്രസന്റ് ചെയ്തു. വി ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇനി നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായം അറിയാം. സ്റ്റാർട്ട് വിത്ത് അനുപേട്ട. ശ്രീഹരി, ചേട്ടാ എക്സലന്റ് എഫേർട്ട്. ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. സത്യം പറയുകയാണെങ്കിൽ തമിഴ് സിനിമാ സംഗീത ചരിത്രത്തിലെ ഒരു എപ്പിക്കാണ്, ഒരു ചരിത്രം എന്ന് പറയാം തിരുവിളയാടൽ എന്ന ഈ സിനിമ. ഇതിലെ ഓരോ പാട്ടും അത്ര ചലഞ്ചിങ്ങുമാണ്, അത്ര ബുദ്ധിമുട്ടുമാണ് പാടാൻ. ശ്രീ ടി എം സൗന്ദരരാജൻ അവർ പാടിയ ഈ സിനിമയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടാണത്. അത് മനസ്സിലായിട്ട് തന്നെ പാടി. ഇറ്റ്സ് എ ബ്രേവ് എഫേർട്ട്. ഐ ഷുഡ് ഫസ്റ്റ് അപ്രീഷിയേറ്റ് ദാറ്റ്. ബിക്കോസ് ഇത് പഠിച്ച് ഇത്രയും ക്ലോസ് ടു പെർഫെക്ഷൻ, താളം തെറ്റാതെ പാടുക എന്ന് പറഞ്ഞത് വലിയൊരു ഹെർക്യൂലിയൻ ടാസ്ക് ആണ്. അത് മനസ്സിലായിട്ട് ചെയ്തു. ഗോഡ് ബ്ലെസ് യു. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് മോനോട് താങ്ക്സ് ഉള്ള ഒരു കാര്യം, ബിക്കോസ് മോന് ഒരു സ്കെയിൽ കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുമായിരുന്നു. പക്ഷേ ഞാൻ മോന് പറഞ്ഞൊരു ടെക്നിക്കൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ടെക്നിക്കലല്ല, മ്യൂസിക്കലി ഇതിന്റെ ഒരു ആസ്പെക്ട് എന്ന് വെച്ചാൽ ഈ ശ്രുതിയിൽ പാടാണെങ്കിൽ മൃദംഗം മോന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പം മൃദംഗം വരുമ്പോഴാണ് ഈ പാട്ടിന്റെ ഒരു സുഖം. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഹയർ സ്കെയിലിൽ പാടിയതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതിൽ മോന് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിലും അതിനെ ഓവർകം ചെയ്ത് മോൻ പാടി, അതിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എനിക്ക് ഈ പാട്ടിന്റെ മെയിൻ ആയിട്ടൊരു എഫേർട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ഇതില് മോനിന്ന് സംഭവിച്ചിട്ടുള്ള തെറ്റുകളെല്ലാം തന്നെ ഒരു ലൈവ് സിംഗിങ്ങിൽ വളരെ നോർമലായിട്ട് ഏത് സിംഗർക്കും വരാനുള്ള സാധ്യതയുള്ള ഒരു മ്യൂസിക്കൽ ഫോൾസ് ആണ്. അല്ലെങ്കിൽ ഇതിനെ കീറി മുറിച്ച് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞത് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ വെരി ഗുഡ് അറ്റംപ്റ്റ്. ചില സ്ഥലത്ത് എക്സ്പ്രഷൻസ് വളരെ നന്നായിരുന്നു. ആൻഡ് എവിടെയെങ്കിലും സ്ഥലത്ത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ ശ്രുതി കൂടിയതിന്റെ ഒരു ചെറിയ സ്ട്രെയിൻ ഫാക്ടർ മാത്രമേ ഉള്ളൂ. താങ്ക് യു ഫോർ എ ഗ്രേറ്റ് റെൻഡേഷൻ ഓഫ് ദ സോങ്. ഇത് സിനിമയിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൽ വരുന്ന ഒരു പാട്ടാണ്. പരമശിവനായി അഭിനയിച്ചിരിക്കുന്നത് ശിവാജി ഗണേശൻ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തന് ഒരു തടസ്സം നേരിടേണ്ടി വരുന്നു. ഹേമനാഥ ഭാഗവത എന്ന അനശ്വരമായ കഥാപാത്രം അവതരിപ്പിച്ച ശ്രീ ടി എസ് ബാലയ്യ. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇതേ സിനിമയിൽ ഡോക്ടർ ബാലമുരളീകൃഷ്ണ മറ്റൊരു ലെജൻഡറി സോങ് പാടിയിട്ടുള്ളത്. ഇത് പരമശിവൻ തന്റെ ശിഷ്യനെ അല്ലെങ്കിൽ തന്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി സിനിമയിൽ ഇന്റർഫിയർ ചെയ്ത് ഈ ഹേമനാഥ ഭാഗവതരെ ഈ പാട്ട് പാടിയാണ് പേടിപ്പിക്കുന്നത് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. മോനും മാക്സിമം എഫേർട്ട് കൊടുത്ത് തന്നെ പാടി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഫോർ ദ സോങ്. ഗോഡ് ബ്ലെസ് യു. ശ്രീഹരി, കലക്കി മോനെ, കലക്കി. ഇത് കലക്കും. നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഈ റൗണ്ടില് ശ്രീഹരി എങ്ങനെ പെർഫോം ചെയ്യാൻ പോണു, ശ്രീഹരി 30 മാർക്ക് അടിച്ചെടുക്കുമോ എന്നൊക്കെ പല ചോദ്യങ്ങളും വിവാദങ്ങളും ഒക്കെ ഇവിടെ പലരും ഉയർത്തുകയുണ്ടായി. അതിനൊക്കെ ഒരു ശക്തമായ ഒരു ഉത്തരം കൊടുക്കലായിരുന്നു ഈ ഗാനത്തിലൂടെ ശ്രീഹരി നടത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? 100% ഈ പാട്ടിനോട് പഠിച്ചത്രയും നീതി പുലർത്താൻ സാധിച്ചോ? കുഴപ്പമില്ല. പാട്ടിന്റെ കാര്യത്തിലൂടെ പറയുകയാണെങ്കിൽ മോനെ, ഈ പാട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്, എല്ലാവർക്കും അറിയാം ഈ ഗാനം. പക്ഷെ ആരും അങ്ങനെ പാടി കേൾക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം അത്ര ടഫ് ആയതുകൊണ്ടാണ്. ഈ കുഞ്ഞു പ്രായത്തില് ഇത് അറ്റംപ്റ്റ് നടത്തി എന്നല്ല പറയേണ്ടത്, വെറും നടത്തി എന്ന് പറഞ്ഞ് ചുമ്മാ തള്ളി വിടേണ്ട കാര്യമില്ല. മോൻ വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. പിന്നെ എനിക്കും തോന്നിയത് മുകളിലോട്ട് പോകുമ്പോൾ മോന്റെ കറക്റ്റ് ഇപ്പോൾ ഫീമെയിൽ ടോൺ ആയതുകൊണ്ട് കുറച്ച് പിച്ച് ഇറക്കായിരുന്നു തോന്നി. പക്ഷെ അപ്പൊ മൃദംഗത്തിന്റെ ഇത് പറ്റത്തില്ല അല്ലെ. പക്ഷെ എന്നാലും മുകളിലോട്ട് പോയ പോർഷൻ ഒന്നും മോൻ കിട്ടാണ്ട് വന്നിട്ടില്ല. അതൊക്കെ കിട്ടി. പക്ഷെ ചെറിയൊരു ഫീമെയിൽ ടോൺ അത് ഈ പ്രായത്തിലുള്ള എല്ലാ ആമ്പിളർക്കും വരുന്നതാണ്. അതൊന്നും ഒരിക്കലും ഒരു കുറ്റമല്ല. എന്നാലും ഇതൊക്കെ വെച്ച് മോൻ ഈ പാട്ട് താളമൊന്നും തെറ്റിക്കാണ്ട് വളരെ കറക്റ്റ് ആയിട്ട് പാടി. ഇതിന് നമ്മള് ഒരു ചെറിയ കൈയടി കൊടുത്താൽ പോരാ, നല്ലൊരു കൈയടി തന്നെ കൊടുക്കണം. വെരി ഗുഡ് കേട്ടാ. ശ്രീഹരി, അസാധ്യമായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി.
അത് എളുപ്പമല്ലാത്ത പാട്ടാണ്, എല്ലാവർക്കും അറിയാം. വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ് പാടാൻ. അതുപോലെ ഈ പറഞ്ഞ പോലെ അനൂപ് പറഞ്ഞ പോലെ ആ സിനിമയിൽ ദൈവം നേരിട്ട് വന്നിട്ട് പാടുന്ന പാട്ടാണ്. അപ്പൊ ഇതിലും ഒരിക്കലും ഇതിന്റെ ഒരു ബുദ്ധിമുട്ടൊട്ടും കുറയാനും പാടില്ല. കാരണം അത്രയ്ക്ക് എലിവേറ്റഡ് ആയിട്ടുള്ള പാട്ടായിരിക്കണമല്ലോ അത്. ഒരു സംഗീതജ്ഞന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി പാടുന്ന ഒരു പാട്ടാണ് ഇത്. പാട്ടും ഞാനാണ്, ഭാവവും ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത് അസലായിട്ട് പാടി മോനെ. പിന്നെ എനിക്ക് തോന്നിയത് മോൻ ആദ്യം ഹമ്മിങ് പാടിയപ്പോൾ ഭയങ്കര രസമായിരുന്നു. അത് ഒരു ഇൻസ്ട്രുമെന്റിൽ നിന്ന് വരുന്നൊരു ടോൺ പോലെ തോന്നി. മോന്റെ ഒരു മുകളിലുള്ള സൗണ്ടും ഒരു നാദസ്വരമൊക്കെ വായിക്കുന്നത് പോലെ തോന്നി. കാരണം വലിയ മ്യൂസീഷ്യൻസ് പറയാറുണ്ട് ചില അവരുടെ സ്റ്റുഡൻസിനോട് നാദസ്വരത്തിന്റെ ഒരു രീതിയിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അത് അത്തരം ആ ഒരു ടാലന്റ് മോനുണ്ട്. ആ ഒരു വോക്കൽ കോഡ്, കാരണം നാദസ്വരം പകുതി നമ്മൾ വോക്കൽ ഒരു മാനേജ്മെന്റോട് കൂടിയാണ് വായിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു മോഡുലേഷൻ മോന് അത് കിട്ടും. അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് പാടുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ആ രാഗത്തിൽ നിന്ന് ചെറിയതായിട്ട് സ്പീഡിലൊക്കെ സ്വരങ്ങൾ പാടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ സ്ലിപ്പുകൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. എന്തായാലും നന്നായിട്ട് പാടി. ഗുഡ് ലക്ക്. താങ്ക് യു ജഡ്ജസ്. അപ്പം ശ്രീഹരിന്റെ മാർക്ക് അവർ ഡിസൈഡ് ചെയ്യാണ്. ഇപ്പൊ മാർക്ക് ബോക്സിലിടും. വെയിറ്റ് ചെയ്യാം. ജഡ്ജസ്. അപ്പോൾ ശ്രീഹരിന്റെ മാർക്ക് ബോക്സിൽ ഇട്ടു. ഇനി അടുത്ത പെർഫോമൻസിൽ കാണാം. ഓൾ ദ